വൻ ലഹരിവേട്ട, MDMAയും ലഹരി ഉപയോഗിക്കുന്നതിനുള്ള ഉപകരണം തുടങ്ങിയവയുമായി സ്ത്രീയടക്കം 4 പേരാണ് പോലീസിന്റെ പിടിയിലായത്. ഈ റെയ്ഡ് നടക്കുന്ന സമയം ലഹരി നശിപ്പിക്കാനുള്ള പ്രതികളുടെ നീക്കവും പോലീസ് പൊളിച്ചു. രഹസ്യ വിവരത്തെ തുടർന്ന് കഴിഞ്ഞ രാത്രിയാണ് ഡാൻസ് ഓഫും ആന്റി നർക്കോട്ടിക് ടീമും എളംകുളത്തെ ഫ്ളാറ്റിൽ എത്തിയത്. ഈ സമയം കോഴിക്കോട് സ്വദേശി ഷാമിലും മലപ്പുറം സ്വദേശി ഫിജാസും ഫ്ളാറ്റിന് താഴേക്ക് ഇറങ്ങി വന്നു. ചോദിച്ചപ്പോൾ തങ്ങൾ ഇവിടെയല്ല താമസമെന്ന് പറഞ്ഞു. പറയുന്നത് കളവാണെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം ഇരുവരെയും കൂട്ടി 2ാം നിലയിലെ മുറിയിലേക്കെത്തി. പോലീസ് എന്താടാ, എങ്ങോട്ടാ? അല്ല, നേരെ പോവാനാ. ബുക്ക് പേപ്പർ എടുത്തിട്ടില്ല. എന്താടാ ഒരു പരിങ്ങൽ? പരിങ്ങലല്ല സാറേ, എല്ലാം ക്ലിയറാണ്. നമുക്കൊരു സ്ഥലം വരെ പോവാനാണ് സാറേ. എന്താ വണ്ടി നിറങ്ങാൻ മടി? സാറേ ഒരു മിനിറ്റ് സാറേ, ഒരു അത്യാവശ്യമുള്ളതുകൊണ്ടാണ്, തടയരുത്. എന്താ അത്യാവശ്യമാണ്? വണ്ടി ഫുള്ള് ചെക്ക് അത്യാവശ്യ കാര്യത്തിന് പോകണം. ചെക്ക് ചെയ്യാണ്ട് പറ്റില്ല. ഡോ സതീശ. ആ സാറേ, എടോ താനൊന്ന് ഇയാളുടെ പൊടച്ചില്ലേ, അതൊന്ന് കൺഫേം ആക്കിയിട്ട് വാ. ആ ശരി, വാടോ. വണ്ടി എടുക്കണോ? ശരി സാറേ. ആ പോവാ. നിങ്ങളെവിടെയൊന്നല്ല കണ്ടുപരിചയം തോന്നുന്നുണ്ടല്ലോ. എന്നെ മാത്രമല്ല സാറേ, എൻ്റെ അച്ഛനെയും പരിചയമുണ്ടോ? എന്നും 2 നേരം ആ സ്റ്റേഷൻ്റെ മുന്നിൽ കൂടെ ഞങ്ങളുടെ പോക്കും വരും. 28 വർഷമായിട്ട് ഞങ്ങൾ ആ സ്റ്റേഷൻ്റെ മുന്നിൽ കൂടെ തന്നെയാണ് ജോലിക്ക് പോകുന്നത്. ഇപ്പോൾ അവൻ്റെ അച്ഛനില്ല, ഞാൻ ജനിച്ച. ഇപ്പൊ നിങ്ങളുടെ കമ്പനിയുടെ പേര്? സാറേ, വണ്ടി അങ്ങനെ ഇടാം. ജയിലില്ല അവിടെ. സാറില്ല അവിടെ. ഓഫീസിലേക്ക് വരുന്ന സമയമായി കാണണം. അതിനെന്തര വേട്ടാ, വരാൻ കുറച്ച് വൈകിയാലും പോവാൻ നേരത്തെ പോണില്ലേ? ഞാൻ നേരം വിളിക്കുന്ന വല്ലതും നീ അറിയണ്ട. നേരെ ഉച്ചയായി. അതെങ്ങനെ രാത്രി മുഴുവൻ തോന്നിയതൊക്കെ വലിച്ചു കയറ്റി ഉള്ള കള്ളും കഞ്ചാവും നേരം വിളിക്കണോ? സാർ വിളിക്കുന്നു. ആ ചെല്ലേ, വാങ്ങിച്ചോ വാങ്ങിച്ചോ. ഇത് ക്ലിയർ ആക്കാം. ശരിയാണ്, ശരി രവിയേട്ടാ. അപ്പം വന്നാല് എന്നെ കണ്ടിട്ട് ജോലി കയറിയാൽ മതി എന്ന് പറയണം. 1.5 ആഴ്ച ഈ ലോഡ് വൈകിട്ട് ഇതിന്റെ കാരണം എനിക്കറിയണം. എന്നിട്ട് മതി അവന്റെ സേവനം. ഹരി, സാറ് ഊണ് കഴിച്ചാണാവോ വന്നത്? അല്ല, ഞാൻ ഇവിടെ എല്ലാവർക്കും ജോലി ചെയ്യാൻ ഒരു സമയമുണ്ട്. ആ സമയം തന്നെ നിനക്കും ഉള്ളു. നിന്റെ അച്ഛനുള്ള കാലത്ത് എനിക്കിത് പറയേണ്ടി വന്നിട്ടില്ല. രവിയേട്ടാ, നിങ്ങളെയും കൂടി ആലോചിച്ചാ ഞാനത് പറയണത്.
നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഇവനങ്ങനെ നിർത്തി പോണത്. ഹരി, ഇന്ന് വൈകുന്നേരം ഈ ലോഡിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവണം. അല്ലെങ്കിലേ നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കും. അപ്പൊ ആ കാര്യത്തിൽ തീരുമാനമായി. ഐ, എന്തൊരു തീറ്റടി ഇത്? ഏയ്, സാമ്പാറാ? ഉപ്പേരിയാ? ഇന്നും കിട്ടിയ നിന്റെ ഒരു കാര്യം. മോനെ, നീ ഭക്ഷണം കഴിച്ച? ആ, ഭക്ഷണം. അമ്മയ്ക്കിപ്പോ തൃപ്തിയായില്ലേ? എന്ത് പറ്റി മോനെ? അമ്മയ്ക്ക് ഭക്ഷണം പാത്രത്തിലാക്കുമ്പോഴേലും ഒന്ന് അതിൽ ശ്രദ്ധിച്ചൂടെ? ആ തലമുടിയൊക്കെ ഒന്ന് കെട്ടിച്ചൂടെ? എത്ര പ്രാവശ്യം പറഞ്ഞതാ എനിക്കിനി ചോറൊന്നും പാത്രത്തിലാക്കണ്ട. ഞാനിനി എല്ലാ ദിവസവും പുറത്തുനിന്ന് കഴിച്ചോണ്ട് 19 രൂപ ലാഭം കിട്ടുമെന്ന് കരുതിട്ടാ. അല്ലാതെ അമ്മയുടെ ഭക്ഷണത്തിന് രുചി ഉണ്ടോന്നല്ല കഴിക്കണേ. അയ്യോ മോനെ, ഞാൻ കണ്ടില്ലടാ. നല്ല തലവേദന ഉണ്ടായിരുന്നു മോനെ. പിന്നെ അമ്മയുടെ മുടി ഇപ്പൊ വല്ലാണ്ട് കൊഴിയുണ്ടടാ. അത് മുഴുവനെ കൊഴിഞ്ഞു തെറ്റേ. എന്നിട്ട് മതി ചോറ് പാത്രത്തിലാക്കി. പറയല്ലടാ. ഞാനിന്നെ ഹോട്ടലിൽ നിന്ന് വെച്ചോണ്ട് നാശം പിടിക്കാൻ മോനെ. രവേട്ടോ. ആ, എടാ ഹരി, ഇന്നും പുറത്തുനിന്ന് കഴിച്ചു അല്ലേ? എടാ, ഒരു മുടി, അതും നിന്റെ അമ്മയുടെ മുടി എനിക്ക് അറപ്പറിവേട്ടാ. അത് ആരുടെ ആയാലും ശരി. എടാ ഹരി, രാവിലെ നീ പോകുമ്പോൾ ഇത്ര പാടുപെട്ട് അവരിതൊക്കെ ഉണ്ടാക്കി തരുന്നതെന്ന് നീ ഓർക്കാറുണ്ടാ? നിന്റെ ഭക്ഷണത്തിൽ നിന്നൊരു മുടി കിട്ടിയ കാരണം ആ ഭക്ഷണം നീ കളഞ്ഞു അല്ലേ? നീ കണ്ട ആ മുടി അവരുടെ ഉറക്കം നഷ്ടമായ രാത്രികളുടെ അടയാളമാണ്. ആ അമ്മ കരഞ്ഞു കഴിച്ച ദിവസങ്ങളുടെ അടയാളം. നീ കളഞ്ഞ ഭക്ഷണത്തിൽ നിന്നും കിട്ടിയ മുടി ഒന്നുകൂടി എടുത്ത് സൂക്ഷിച്ചു നോക്കുക. അതിൻ്റെ നിറം മാറിയിട്ടില്ലേ? അത് നരച്ചു തുടങ്ങിയിട്ടില്ലേ? ഉണ്ടാവും. കാരണം അത് നീ വളരുന്നതിൻ്റെ അടയാളങ്ങളാണ്. കാലം കനിഞ്ഞു നൽകിയ ആയുസിൻ്റെ ദൈർഘ്യം കുറയുന്നതിൻ്റെ അടയാളം കൂടിയാണ്. എന്താ പറഞ്ഞ എവിടേക്കമ്മേ? അമ്മയ്ക്ക് തീരെ വയ്യടാ. നല്ല തലവേദന. ആശുപത്രിയിലൊന്ന് പോണം. മനോജേട്ടാ, അമ്മ ഞാൻ കൊണ്ട് എന്നാൽ നല്ല കാര്യം. അമ്മ മോനും പോയിട്ട് വാ. മനോജേട്ടൻ പൊക്കോ. അമ്മ ഞാൻ ടെസ്റ്റ് നോക്കാം. വാമ്മേ, ഇറങ്ങ്. ഇനിയിപ്പോൾ ഡോക്ടറെ കാണണ്ട മോനെ. അമ്മയ്ക്ക് നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. ഇനി വേദന വരുമ്പോൾ നമുക്ക് ഡോക്ടറെ കാണാം. അമ്മയ്ക്കിത് എന്തു പറ്റി? ഡോക്ടറെ കാണണ്ടെങ്കിൽ കാണണ്ട. ഭക്ഷണം വല്ലതും കഴിക്കണോ? അതോ നമുക്ക് ആ കടൽ കുറച്ചു നേരം പോയി കണ്ടാലോ? കടലോ? കടലമ്മ കാണാത്തതാ? ശരി. എത്രയോ തവണ അച്ഛൻ കടലാണ് അമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അമ്മ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്? അച്ഛൻ കടൽ കാണാൻ കൊണ്ടുവന്നപ്പോഴേക്ക് മനസമാധാനമായിട്ട് കടൽ കാണാൻ പറ്റിയിട്ടില്ല. കണ്ണ് തെറ്റിയ നീ വെള്ളത്തിലേക്ക് ഓടും. മക്കള് കൺവെട്ടത്തില്ലാത്ത അമ്മമാർക്ക് അപ്പോൾ ഒരു മനസമാധാനവും ഉണ്ടാവില്ല.
എന്നാലേ എൻ്റെ അമ്മ മനസമാധാനമായിട്ട് കടൽ കണ്ടോട്ടാ. ഞാൻ എങ്ങും പോകണില്ല. ഹലോ 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 പറയടാ. ആ പറയേ. ഹലോ. ഏയ് ഞാനില്ലടാ. വാടാ, അങ്ങോട്ട്. നിനക്ക് പോണ്ടേ? അവര് വിളിച്ചതല്ലേ. അമ്മ ഇവിടെ ഇരുന്നേ. അമ്മേ, അതെ, നല്ല ഉഗ്രം മിലിറ്ററി സാധനം കിട്ടിയിട്ടുണ്ട്. നീണ്ട് വരണ്ട, ഞങ്ങളിത് ഇവിടെ കഴിച്ചോണ്ടിരിക്കുക. അടിപൊളി സാധനം. ഏയ് ഞാനില്ലടാ. അപ്പോ നമുക്കിട്ട് വെച്ചൂലേ? നടക്കട്ടെ നടക്കട്ടെ. ഞാൻ വേറൊരു ലഹരിയിലടാ. ഏതാ ബ്രാൻഡ്? പുതിയതാ? ഇതൊരു പഴയ ബ്രാൻഡ് തന്നെയാടാ. പേര് ഭാനുമതി. ഇതിനോളം വരില്ലടാ വേറൊരു ലഹരിക്കും. എന്നിട്ട് എന്ത് പറ്റി? പറയാം സാറേ.
എന്നിട്ട് എന്താ ഉണ്ടായേ? എന്നിട്ട് എന്താവാനാ സാറേ, സന്ദർഭം നോക്കാതെ കടന്നു വരുന്ന കോമാളിയാണല്ലോ മരണം. താനൊന്ന് തെളിയിച്ച് പറയടോ. അവൻ അറിഞ്ഞില്ല സാറേ, ഈ നശിച്ച തലവേദനയും മുടി കൊഴിച്ചിലും അതിൻ്റേതായിരുന്നു. ക്യാൻസർ ആയിരുന്നു. അമ്മ അതവൻ അറിയിച്ചില്ല സാറേ. അവൻ വേദനിക്കരുതെന്ന് അമ്മ കരുതി. അതാ. താൻ എൻ്റെ കണ്ണ് നനയിപ്പിച്ചല്ലോടോ. എന്തായാലും കർമ്മങ്ങൾ നടക്കട്ടെ. എനിക്ക് മനസ്സിലായടോ. ആ സാറേ, ഞാൻ ഇറങ്ങിയായി. ശരി. വാടോ, ഇറങ്ങിയിട്ട് പോവാം. ഇല്ല, എനിക്ക് അവളായിട്ട് ഒരു സ്ഥലം വരെ പോകണം. എന്തെങ്കിലും ഒന്ന് കുടിച്ചിട്ട് പോവാം. കുടിക്കാം, സമയമുണ്ടല്ലോ. മോനെ ഇറങ്ങിക്കോ, വാ. ഇല്ല ചേട്ടാ, എനിക്ക് വീട്ടിൽ പോകണം. അവിടെ എൻ്റെ അമ്മയുള്ളതാ. അതെ, ചെല്ലേ രവിയേട്ടോട് ചെല്ലേ. ഞാനേ വൈകിട്ട് വന്ന് നിന്നെടുക്കാം. പോരെ, ഇറങ്ങ്. ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ ചേട്ടാ. കുറച്ച് വെള്ളം തരുമോ? നീണ്ട അകത്ത് കയറിയിരിക്കുക. ഇല്ല ചേട്ടാ, ഞാൻ ഇവിടെ ഇരിക്കാം കുറച്ച്. അമ്മ എന്നെ തനിച്ചാക്കി പോയില്ലേ? എന്നെ അറിയിച്ചില്ലല്ലോ അമ്മ, ഞാൻ അറിഞ്ഞില്ലല്ലോ എൻ്റെ അമ്മ. അമ്മയുടെ കുട്ടി എന്തിനാ വിഷമിക്കണേ? അമ്മയില്ലേ കൂടെ? അമ്മ എങ്ങും പോയിട്ടില്ല. ഇപ്പൊ രവിയേട്ടനും കൂടെ ഇല്ലേ അച്ഛന്റെ സ്ഥാനത്ത്? ലോകത്തിലെ ഒരമ്മമാർക്കും മക്കളെ വെറുക്കാനോ അകലാനോ കഴിയില്ല മോനെ. എല്ലാ അമ്മമാരും അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അമ്മമാരുടെ പ്രാർത്ഥന അതെന്നും മക്കൾക്കുള്ളതാ.
അച്ഛൻ വെള്ളം തരാൻ പറഞ്ഞു. മോനെ വെച്ചം